നിറങ്ങളെ പ്രണയിക്കുന്നവരുടെ കൂടെ ഉത്സവം ആണ് കലോത്സവം. സ്വത്വം തേടുന്നതിനിടെ ജീവിതത്തിലെ മങ്ങിപ്പോയ നിറങ്ങൾ ചായക്കൂട്ടിലൂടെ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നവർ. കലോത്സവ വേദികളിലേക്ക് കുട്ടികളെ ഒരുക്കി അയക്കുന്ന ട്രാൻസ് വിഭാഗത്തിനും പറയാനുണ്ട് ഒരു കഥ. സേഫിനുസ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിറങ്ങളോട് എനിക്ക് ഒരു 5 വയസ്സ് തൊട്ടൊക്കെ നിറങ്ങളോട് എല്ലാ നിറങ്ങളും എനിക്കിഷ്ടമാണ്. നിറങ്ങളോട് ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾക്കൊരു അറിവ് വരുന്ന ഒരു സമയം തൊട്ടേ എനിക്ക് നിറങ്ങളോടാണ് ഇഷ്ടം. അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണ്. പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ മനസ്സ് സ്ത്രീയാണ്. ബോഡി മാത്രമായിരുന്നു പുരുഷൻ്റേത്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് നിറയെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യുമായിരുന്നു. ഡാൻസ് ഞാൻ അധികം പഠിച്ചിട്ടില്ല. സ്കൂളിൽ പഠിച്ചന്ന് കുറച്ച് അടവുകൾ മാത്രം പഠിച്ച്, പക്ഷേ ഏത് സോങ് വെച്ചാലും ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു. സ്വയം അണിഞ്ഞൊരുങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികളെ ഒരുക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളാണ് അവിടെ. അതുപോലെ തന്നെ ആ കുട്ടി എൻ്റെ മേക്കപ്പിൽ ആ സ്റ്റേജിൽ നിറഞ്ഞാടുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാനിപ്പോൾ KG തൊട്ട് മേക്കപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അതിൽപ്പെട്ട കുട്ടികളാണ്. ഈ വർഷം അവർ തീരെയാണ്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പോകുമ്പോൾ അതൊരു വിഷമമുണ്ട്. ഇനി അവരെപ്പോൾ ഈ എവിഡൻസ് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരെ തീർന്ന് നമ്മളിൽ നിന്ന് ഇട്ട് പോവല്ലേ, ആ ഒരു വിഷമം. മനസ്സിലുള്ള ഒരു കലയാണ് ട്രാൻസിന് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വന്തം മുഖത്ത് ചായമിടുന്ന ആളുകളാണ് ട്രാൻസുകൾ. നന്നായിട്ട് ഒരുങ്ങുമല്ലോ. എൻ്റെ മക്കളെ സുന്ദരിമാരാക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നമ്മളെപ്പോഴും ജീവിക്കുന്ന കളറുള്ള ലോകത്താണ് ജീവിക്കുന്നത്. പലരും തിരക്കുകളായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് കളറുകളുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ മറക്കുന്ന ഈ ഒരു ഫീൽഡ് വരുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വിഷമത്തെ ഞങ്ങൾ ഒതുക്കിക്കൊണ്ട് തന്നെ ആ കളറുകളോട് ഞങ്ങൾ ചേർന്ന് ഞങ്ങളുടെ ജീവിതം മനോഹരമാക്കുന്നു. അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത സമയത്താണ് റൂമിലൊക്കെ ഇരുന്നിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുക, കണ്ണെഴുതി പൊട്ടുവിടുക, കണ്ണാടിയിലൊക്കെ നോക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും. ഈ മേക്കപ്പ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാമല്ലോ. അതിന് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല. ഈ മേക്കപ്പ് സമയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, എൻ്റെ മരണം വരെയും എപ്പോഴും ഈ സംഭവം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ഞാനെപ്പോഴും പറയും. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഞാൻ മരിച്ചു കിടന്നാലും എൻ്റെ എന്താ പറയുക, എൻ്റെ മുകളിൽ നെഞ്ചിൽ ഈ സംഭവം മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് വെക്കാറുള്ളത്, ശവപ്പെട്ടിക്കുള്ളിൽ. അത് അത്രയും ഭയങ്കര ഇഷ്ടമാണ്.